Hey there, welcome back once again. So in today's lecture, we are learning about header, footer, section and division tags. Okay. So ആദ്യത്തെ ടാഗ് എന്ന് പറയുന്നത് ഹെഡർ ടാഗ് ആണ്. ഹെഡർ ടാഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ ഹെഡർ എലമെൻറ്റ്സ് കൊടുക്കാനായിട്ടാണ്. നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഹെഡ് ടാഗും ഹെഡർ ടാഗും ഡിഫറെൻ്റ് ആണ്. ഓക്കെ. ഇവിടെ ഞാനിപ്പോൾ ഹെഡർ ടാഗാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഹെഡർ ടാഗും ഇത് കണ്ടോ, ഇവിടെ നമുക്ക് ഹെഡ് ടാഗും ഉണ്ട്, ഹെഡർ ടാഗും ഉണ്ട്. ഹെഡർ ടാഗും ഹെഡ് ടാഗും ഡിഫറെൻ്റ് ആണ്. ഓക്കെ. ഈ ടാഗ് നമ്മുടെ ഹെഡർ ഐറ്റംസ് എല്ലാം വെക്കാനായിട്ടാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് നാവിഗേഷൻ ബാർ, ഇവിടെ നാവിഗേഷൻ ബാർ, അതായത് നമ്മൾ വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെ നാവിഗേഷൻ ബാർ വരും. നാവിഗേഷൻ ബാറൊക്കെ ഈ ഒരു പേജിൽ നമുക്ക് വെക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഫൂട്ടർ എന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് ഇൻഫോർമേഷൻസ് ഒക്കെ വെക്കാനായിട്ടാണ് സാധാരണ ഹെഡേഴ്സ് വെക്കുന്നത്. ഓക്കെ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു നാവിഗേഷൻ ബാർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. നാവിഗേഷൻ ബാർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒരു നാവിഗേഷൻ പോലെ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ജസ്റ്റ് സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പല കണ്ടൻറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നാവിഗേഷൻ ബാർ എന്ന് പറഞ്ഞാൽ. സാധാരണ ഇങ്ങനെ ആയിരിക്കില്ല, ഇങ്ങനെ ലൈൻ ആയിരിക്കും, ഹോറിസോണ്ടലായിട്ട് ഇവിടെ ഹോം, എബൌട്ട്, കോൺടാക്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് CSS പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടാണ്, HTML മാത്രം ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല. ഓക്കെ. സോ അത്തരം സാഹചര്യങ്ങൾ നമുക്ക് നാവിഗേഷൻ ബാർ ഇവിടെ ഡിഫറെൻറ്റ് കളറായിട്ടൊക്കെ ഹെഡർ ഫയലിൻ്റെ അകത്താണ് വെക്കുന്നത്. ഈ നാവിഗേഷൻ ബാർ മാത്രമല്ല, ഇനി അതിൻ്റെ താഴോട്ടുള്ള കണ്ടൻറ്റ് പാടുകളും നമുക്ക് ഹെഡറിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു ടാഗാണ് ഫൂട്ടർ ടാഗ് എന്ന് പറയുന്നത്. ഫൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ താഴത്തുള്ള കാര്യങ്ങളെല്ലാം വെക്കാനായിട്ടാണ്. ഉദാഹരണത്തിന് കോപ്പിറൈറ്റ് ഇൻഫോർമേഷൻ, അത്തരം കാര്യങ്ങളൊക്കെ ഫൂട്ടറിലാണ് വെക്കാൻ പോകുന്നത്. ഓക്കെ. ഫൂട്ടർ ടാഗാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഫൂട്ടർ ടാഗിൻ്റെ അകത്ത് സാധാരണ വെബ്സൈറ്റിൻ്റെ സാധാരണ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ കോപ്പിറൈറ്റ് ഇൻഫോർമേഷൻ, അതുപോലെ തന്നെ കോണ്ടാക്റ്റ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഫൂട്ടർ ടാഗിൻ്റെ അകത്ത് മെയിനായിട്ട് വെക്കാറ്. ഇപ്പം നമ്മൾ കോപ്പിറൈറ്റ് ഇൻഫോർമേഷൻ്റെ കോപ്പിറൈറ്റ് സിമ്പിളൊക്കെ കൊടുക്കണമെങ്കിൽ ആൻഡ് കോപ്പി എന്ന് പറഞ്ഞ് കൊടുത്താൽ മതിയായിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഫൂട്ടർ ടാഗിൻ്റെ അകത്ത് ഓക്കെ ഇവിടെ കോപ്പിറൈറ്റ് ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആൻഡ് കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ആംബ്രസൻറ്റ് സിമ്പിളാണ്. ഈ ആൻഡ് സാധാരണ നമ്മൾ റൈറ്റിങ്സിൽ ഈ ഒരു സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ആംബ്രസൻറ്റ്, ഓക്കെ, ആൻഡ് സിമ്പിൾ എന്ന് പറയും. ആക്ച്വലി കമ്പ്യൂട്ടർ സയൻസിൽ ഇത് ആംബ്രസൻറ്റ് എന്ന് പറയുന്ന സിമ്പിളാണ്. ആംബ്രസൻറ്റ് ഇട്ടിട്ട് നമ്മൾ കോപ്പി എന്നിട്ടിട്ട് കോളൻ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് സിമ്പിൾ വരുന്നതായിരിക്കും. ഓക്കെ. ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു പിയും കൂടെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. പി ടാഗിൻ്റെ അകത്ത് പാരഗ്രാഫോ അല്ലെങ്കിൽ എന്ത് ടാഗിൻ്റെ അകത്തോ, ഇല്ലെങ്കിൽ നമ്മൾ ഹെഡിങ് ടാഗിൻ്റെ അകത്താണെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ. H ടാഗ് ഉപയോഗിക്കാം, H1 ഉപയോഗിക്കാം. H1ൻ്റെ അകത്ത് നമ്മൾ ആംബ്രസൻറ്റ് സിമ്പിൾ ഇടുക, എന്നിട്ട് കോപ്പി ഇടുക. കോപ്പി ഇട്ടിട്ട് ഒരു കോളൻ ഇട്ട് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് സിമ്പിൾ കൊടുക്കാനുള്ള ഒരു സിമ്പിളാണ്. ഓക്കെ. ഇവിടെ നമുക്ക് കോപ്പിറൈറ്റ് സിമ്പിൾ വന്നിട്ടുണ്ട്. ഓക്കെ. സീറ്റിട്ട് റൗണ്ടിൽ സീഡ് എന്നാണ് കോപ്പിറൈറ്റ് സിമ്പിൾ എന്ന് പറയുന്നത്. ഇതെല്ലാം ഫൂട്ടർ സെക്ഷനിനകത്ത് വരുന്നതാണ്. ഓക്കെ. ഇനി പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, ഇപ്പം ഞാനിവിടെ ഹെഡർ ഓക്കെ ഇവിടെ ഞാൻ ഈ ഫൂട്ടർ ഹെഡറിൻ്റെ മുകളിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? സാധാരണ HTML എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഓർഡറിലാണോ ടെക്സ്റ്റ് എഡിറ്ററിൽ എഴുതുന്നത് അതേ ഓർഡറിൽ തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ. അപ്പം ഹെഡറും ഫൂട്ടറും എന്ന് പറഞ്ഞ സാധനം, ഈ ഫൂട്ടർ എന്ന് പറഞ്ഞാൽ സാധാരണ വെബ്സൈറ്റിൻ്റെ താഴെ ഭാഗത്ത് അല്ലെങ്കിൽ അടിഭാഗത്ത് ഏറ്റവും താഴെ വരുന്ന കാര്യങ്ങളാണ് ഫൂട്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹെഡർ എന്ന് പറയുന്നത് അതിൻ്റെ മുകൾ ഭാഗത്ത് ഏറ്റവും മുകളിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെയാണ് മുകളിൽ ഹെഡറായിട്ട് വരുന്നത്. ഓക്കെ. ഇനി ഞാൻ ഈ ഹെഡർ എടുത്ത് ഫൂട്ടറിൻ്റെ താഴെ വെക്കാൻ പോവുകയാണ്. ഓക്കെ. ഇവിടെയാണ് നമ്മുടെ ഫൂട്ടർ ടാഗ് എൻഡ് ചെയ്യുന്നത്. അതിൻ്റെ താഴെ ഞാൻ ഹെഡർ വെച്ചിട്ട് സേവ് ചെയ്യുവാണ്. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫൂട്ടർ മുകളിൽ വന്നു, ഹെഡർ താഴെ വന്നു. ഓക്കെ. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഫൂട്ടർ എന്ന് പറഞ്ഞാൽ സാധാരണ പ്രത്യേകിച്ച് പ്രോപ്പർട്ടീസ് ഒന്നുമില്ല, ഒരു സാധാരണ ഡിവിഷൻ ടാഗ് പോലെ തന്നെയാണ് ഹെഡറും ഫൂട്ടറും സെക്ഷനും. ഓക്കെ. സാധാരണ നമ്മൾ ഹെഡറിൻ്റെ ഫൂട്ടറിൻ്റെ സ്ഥാനത്ത് ഡിവിഷൻ ടാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് ഇതേ റിസൾട്ട് തന്നെയായിരിക്കും വരുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഹെഡർ മാറ്റി ഞാനിവിടെ DIV ടാഗായിട്ട് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ഓക്കെ. ഡിവിഷൻ ടാഗ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും DIV ടാഗ്, കാരണം നമ്മൾ DIV ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവിടെയും DIV ടാഗാണ് വെക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഫൂട്ടറിലും ഞാൻ DIV ടാഗാണ് വെക്കാൻ പോകുന്നത്. ഓക്കെ. ഇവിടെയും DIV ടാഗാണ് വെക്കുന്നത്. എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു വ്യത്യാസം വന്നിട്ടില്ല. നമ്മൾ നേരത്തെ അതിൻ്റെ ഒറിജിനൽ എങ്ങനെയാണോ ആദ്യം വെച്ച സാധനം ആദ്യം തന്നെ വന്നിട്ടുണ്ട്, രണ്ടാമത് വെച്ച് രണ്ടാമതും വന്നിട്ടുണ്ട്. ഓക്കെ. പ്രത്യേകിച്ചൊരു വ്യത്യാസം വന്നിട്ടില്ല. ചെറിയൊരു ഫോണ്ട് സൈസിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. ഇവിടെ ഫോണ്ട് സൈസിൽ വ്യത്യാസമില്ല. ഹെഡർ ഓക്കെ, നമുക്ക് ഹെഡറിൽ നോക്കാം.
ഓക്കെ, ആൾറെഡി നമ്മൾ നോർമലായിട്ട് പറയുന്ന പോലെ തന്നെ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. സാധാരണ ഇവിടെ ഞാൻ ഹെഡർ വെച്ച് കഴിയുമ്പോഴും അതേ രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇനി അവിടെ DIV വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഡിവിഷൻ ടാഗാണ് യൂസ് ചെയ്തേക്കുന്നതെങ്കിലും ഇപ്പോൾ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, CSS കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ചില ബ്രൗസറിൽ ചെറുതായിട്ട്, അതായത് ഇപ്പം ഇവിടെ ഞാൻ ഫയർഫോക്സ് ആണ് ഉപയോഗിക്കുന്നത്, ചില ബ്രൗസറിൽ മാത്രം ഇപ്പം ഞാൻ എഡ്ജ് അതുപോലെ തന്നെ ക്രോമിലും ചില ബ്രൗസറിൽ മാത്രം ഈ ഇവിടെ ഫൂട്ടർ ടാഗിന് ചെറുതായിട്ടൊരു ഫോൺ സൈസിൽ കുറച്ച് വ്യത്യാസം വരും. ഫയർഫോക്സിൽ അങ്ങനത്തെ ഒരു ഫീച്ചർ ഇല്ല. ഓക്കെ, അത് ബ്രൗസർ ഡിപ്പെൻഡൻ്റ് ആണ്. ഈ ഒരു ലാംഗ്വേജിന് പ്രശ്നമില്ല. നമ്മൾ ഡിവിഷൻ ടാഗ് ഉപയോഗിച്ചാലും സെക്ഷൻ ടാഗ് ഉപയോഗിച്ചാലും എല്ലാം അതുപോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി അതിന് ഇൻബിറ്റ്വീനുള്ളൊരു മറ്റൊരു ടാഗാണ് സെക്ഷൻ ടാഗ് എന്ന് പറയുന്നത്. സെക്ഷനും ഇതുപോലെ തന്നെ പേജ് ഡിവൈഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാഗാണ്. ഞാനിവിടെ ഒരു സെക്ഷൻ ടാഗ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്യുവാണ്. ഓക്കെ, അതുപോലെ തന്നെ സെക്ഷൻ ടൈറ്റിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടന്റ് ഓഫ് ദ സെക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല. സാധാരണ ഡിവിഷൻ ടാഗ് പോലെ തന്നെയാണ് ഈ സെക്ഷൻ ടാഗ് എന്ന് പറയുന്നതും. ഇതെല്ലാം പേജസ് ഡിവൈഡ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടാഗ്സ് ആണ്. ഓക്കെ, അതാണ് ഹെഡർ, ഫൂട്ടർ, അതുപോലെ തന്നെ സെക്ഷൻ ടാഗ്. പിന്നെ നമ്മൾ പഠിച്ച DIV ടാഗ്. ഓക്കെ, DIV ടാഗ് ഞാനിവിടെ ആൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. ഡിവിഷൻ ടാഗ് പേജ് ഡിവൈഡ് ചെയ്യാനായിട്ടാണ്. ആക്ച്വലി ഈ ടാഗുകളെല്ലാം യൂസ് ആവുന്ന എപ്പോഴാണ്? ഇപ്പോൾ ഡിവിഷൻ ടാഗൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ വെബ്സൈറ്റിൽ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. ഈ ടാഗ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ CSS പ്രോപ്പർട്ടീസ് കൊടുക്കുമ്പം ഇവിടെ നമ്മൾ ക്ലാസ് IDs എല്ലാം കൊടുക്കും. ഓക്കെ, സോ IDസിനെ കുറിച്ചും ക്ലാസ്സസിനെ കുറിച്ചും ഞാൻ പിന്നീട് പഠിപ്പിക്കുന്നതായിരിക്കും. അതിന് മുമ്പ് തന്നെ നമ്മൾ IDസിനെ കുറിച്ച് പഠിക്കും. CSS സെക്ഷനിൽ നമ്മൾ ക്ലാസ്സസിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് DIV ടാഗ് മാത്രം ഇവിടെ വെച്ചതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വരത്തില്ല. DIV ടാഗിൻ്റെ അകത്ത് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാലും നോർമലായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ഡിവിഷൻ ടാഗ്, ഇപ്പം നിങ്ങളിതിൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് കൊണ്ട് നടക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് DIV ടാഗ് റിമൂവ് ചെയ്യാൻ പോവാണ്, ഡിവിഷൻ ടാഗ് റിമൂവ് ചെയ്യാൻ പോവാണ്, എന്നിട്ട് സേവ് ചെയ്യുവാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഓക്കെ, അതിൻ്റെ കാരണം DIV ടാഗ് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇല്ല. അത് സ്പേസിങ്ങും ആഡ് ചെയ്യുന്നില്ല. സാധാരണ ബ്ലോക്ക് എലമെൻറ്റ്സിൽ വരുമ്പോൾ സ്പേസിങ് ആഡ് ചെയ്യുന്നത്, നമ്മൾ ഹെഡിങ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ സ്പേസിങ് ആഡ് ചെയ്യില്ലേ. അതുപോലെ തന്നെ പാരഗ്രാഫ് ടാഗാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്പേസിങ് ആഡ് ചെയ്യും. ഇവിടെ DIV ടാഗിന് അങ്ങനത്തെ ഒരു ഫീച്ചർ ഇല്ല. DIV ടാഗ് ഇപ്പോൾ ഞാനിവിടെ എക്സ്ട്രാ ഡിവിഷൻ ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡിവിഷൻ ടാഗ്, ഓക്കെ, ഒരു ഡിവിഷൻ ടാഗ് കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്യുവാണ്. ഒരു സ്പേസിങ്ങും ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, 2-3 ഡിവിഷൻ ടാഗ് കൂടി ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്പേസിങ് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. സാധാരണ നമ്മൾ പാരഗ്രാഫ് ടാഗൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പാരഗ്രാഫിൻ്റെ അകത്ത് എന്തെങ്കിലും എഴുതി ഇതുപോലെ ജസ്റ്റ് ഒരു സിംഗിൾ വേർഡ് തന്നെയാണ് എഴുതിയിട്ടുള്ളതെങ്കിലും അത് ഒരു സ്പേസിങ് അവിടെ ആഡ് ചെയ്യും. ഓക്കെ, പാരഗ്രാഫ് ടാഗിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണത്. പാരഗ്രാഫ് ടാഗിൽ ഓട്ടോമാറ്റിക് ആയിട്ട്, പക്ഷേ പാരഗ്രാഫിൻ്റെ അകത്തൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും അത് സ്പേസിങ് ആഡ് ചെയ്യത്തില്ല. ഓക്കെ, സോ ഡിവിഷൻ ടാഗും അതുപോലെ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും കൊടുത്ത് നോക്കാം, സ്പേസിങ് ആഡ് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ന്യൂ ലൈനിൽ ബ്ലോക്ക് ലെവലിലാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഇതൊരു ബ്ലോക്ക് ആയിട്ടുള്ള എലമെൻ്റ് ആണ്. പക്ഷേ ഡിവിഷൻ ടാഗ് മാത്രമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്പേസിങ് ആഡ് ചെയ്യത്തില്ല. ഡിവിഷൻ ടാഗിൻ്റെ അകത്ത് നമ്മൾ വെറുതെ റിട്ടേൺ ടെസ്റ്റിങ്ങിനെ എഴുതിയിട്ടുണ്ടെങ്കിൽ സ്പേസിങ് ആഡ് ചെയ്യും. അതല്ലാതെ മറ്റ് ടാഗുകളാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഒരു വിധത്തിലുള്ള സ്പേസിങ്ങും ഇത് ആഡ് ചെയ്യത്തില്ല. ഓക്കെ, അത് ഡിവിഷൻ ടാഗിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ 2 പാരഗ്രാഫ് ടാഗ് ഉണ്ട്. പക്ഷേ നമ്മളിവിടെ നേരത്തെ ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. സേവ് ചെയ്യുവാണ്. സേവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്പേസിങ് ഒന്നും തന്നെ ആഡ് ആയിട്ടില്ല. ഇത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഉണ്ടായിരിക്കില്ല. ഓക്കെ, പക്ഷേ പാരഗ്രാഫ് ടാഗ് ഇതുപോലെയല്ല. അതിൻ്റെ അകത്ത് കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ സ്പേസിങ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്യും. ഡിവിഷൻ ടാഗിൻ്റെ അകത്ത് നമ്മൾ റിട്ടേൺ ടെസ്റ്റ് അല്ലാത്ത മറ്റെന്ത് കണ്ടൻറ്റ് ആഡ് ചെയ്താലും സ്പേസിങ് ആഡ് ചെയ്യത്തില്ല. ഓക്കെ, ഇനി ഡിവിഷന് വേണമെങ്കിൽ നമുക്ക് CSS വെച്ച് സ്പേസിങ് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം പേജ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഡിവിഷൻ ടാഗാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അത് മറക്കാൻ പാടില്ല. കാരണം ഇത് നമ്മൾ ഒരുപാട് വെബ്സൈറ്റിൽ ഏത് വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ സോഴ്സ് കോഡ് ഇല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഡിവിഷൻ ടാഗ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐഫ്രെയിംസിനെ കുറിച്ചിട്ടാണ്. ഐഫ്രെയിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത്, ഇപ്പം ഞാനിവിടെ ഒരു വെബ്സൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് വേറൊരു വെബ്സൈറ്റും കൂടി എനിക്ക് ലോഡ് ചെയ്യണമെങ്കിൽ ഐഫ്രെയിംസ് വെച്ച് പോസിബിൾ ആക്കും. ഓക്കെ, സോ അതെങ്ങനെയാണ് അടുത്ത വീഡിയോസിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെക്ഷൻ. സീ യു അഗൈൻ ഇൻ കമ്മിങ് ലെക്ചേഴ്സ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.